ഉരുൾപൊട്ടൽ ദുരന്തബാധിത മേഖലകളിലുള്ളവരുടെ സ്ഥിര പുനരധിവാസ നടപടികൾക്ക് വേഗതയേറി വിവിധ വിദഗ്ധ സമിതി നിർദ്ദേശങ്ങളും റിപ്പോർട്ടുകളും ഈ മാസം സർക്കാരിന് മുന്നിലെത്തും. സ്ഥലം, പുനരധിവാസ രൂപരേഖ എന്നിവയിൽ വിവിധ സാധ്യതകൾ സർക്കാർ പരിഗണനയിലുണ്ട്. അനൂപ് KR വയനാട്ടിൽ നിന്നും ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനൂപ് എത്തി. അനൂപ് എവിടെയെന്നായിരുന്നു ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. അനൂപ്, ഗുഡ് മോർണിംഗ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്നലെയാണ് ഈ ദുരന്തം നടന്ന് 30 ദിവസം പിന്നിട്ടത്. ഈ ദുരന്തമുണ്ടായ ഒരു നിമിഷം എല്ലായ്പ്പോഴും ഇനി നമുക്ക് മായുന്നതല്ല മനസ്സിൽ നിന്നും. ഇനി എന്താണ് ഈ നാട്ടിൽ സംഭവിക്കുക, എന്താണ് നമ്മൾ ചെയ്യാൻ പോകുക എന്നതിന് മുന്നിൽ ഏതൊരു സാഹചര്യത്തിലും എന്നതുപോലെ നമ്മൾ പകച്ചു നിന്നിട്ടുണ്ട്. പക്ഷേ ആ പകച്ചു നിൽക്കലുകൾ കേവലം സെക്കൻഡുകളുടെ അല്ലെങ്കിൽ മിനിറ്റുകളുടെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്ക് തന്നെ തിരക്കിട്ട നടപടികൾ തുടങ്ങുന്നു. മന്ത്രിതല സംഘമടക്കം അവിടെ എത്തി നേരിട്ട് കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നു. അവിടെ നിന്ന് ഒരു മാസം പിന്നിടുന്ന ഈ ഘട്ടത്തിൽ നമ്മൾ താൽക്കാലിക പുനരധിവാസത്തെക്കുറിച്ചല്ല സംസാരിക്കുന്നത്, മറിച്ച് സ്ഥിര പുനരധിവാസം, അതും ലോകോത്തര മാതൃകയിലുള്ള പുനരധിവാസം. കുട്ടികളെ, അവിടുത്തെ മുതിർന്നവരെ, അധ്യാപകരെ, രക്ഷിതാക്കളെ ഒക്കെയും സാധാരണ ജീവിതത്തിലേക്ക് എത്രയും വേഗം കൈപിടിച്ചു കൊണ്ടുവരാനുള്ള ഊർജിത ശ്രമം സർക്കാരിന്റെ ഭാഗത്തു നിന്ന്, അതിനോട് ചേർന്ന് നിൽക്കുന്ന നാട്ടുകാർ. എന്താണ് ഇപ്പോൾ അവിടെ നടക്കുന്നത് അനൂപ്? കവി സൂചിപ്പിച്ചതുപോലെ ജൂലൈ 30 പുലർച്ചെ ആണ് ഈ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടാകുന്നത്. അതിനുശേഷം ഒരു മാസം പിന്നിട്ടിരിക്കുന്നു. ഈ ഒരു മാസത്തിനുള്ളിൽ നാം തിരിഞ്ഞു നോക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു കഴിഞ്ഞ ഒരു മാസക്കാലത്തിനിടെ നടന്നുപോയ സംഭവങ്ങൾ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ആദ്യം അതിൻ്റെ ഈ രക്ഷാപ്രവർത്തനം, പിന്നീട് താൽക്കാലിക പുനരധിവാസ നടപടികൾ, അതോടൊപ്പം ഈ ദുരന്തബാധിത മേഖലയിലെ ജനങ്ങളെ, അത് അതിജീവിച്ച ജനങ്ങളെ മാനസികമായും അതുപോലെ തന്നെ മറ്റ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയുമെല്ലാം കൂടുതൽ അവരെ ഈ പുതിയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി ഉള്ള ഒരു നടപടികൾ, ഇതെല്ലാം ആ ഒരു മാസത്തിനുള്ളിൽ വളരെ ത്വരിതഗതിയിൽ നടന്നുപോയതാണ് നാം കാണുന്നത്. ഒരു മാസത്തിനുള്ളിൽ തന്നെ ഈ താൽക്കാലിക പുനരധിവാസം പൂർത്തീകരിക്കാൻ നമുക്ക് സാധിച്ചു. അതോടൊപ്പം ഇവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ, അതായത് പെട്ടെന്നുള്ള ഈ ഒരു വീടും അതുപോലെ ഈ സ്ഥലവും എല്ലാം നഷ്ടപ്പെട്ട് എത്തിയവരാണ്. അവർക്ക് ആദ്യഘട്ടത്തിൽ നൽകാനുള്ള സാമ്പത്തിക സഹായങ്ങൾ, ധനസഹായങ്ങൾ, ഇതെല്ലാം ആ ഘട്ടത്തിൽ, വീടും ഭൂമിയും നഷ്ടപ്പെട്ടവർക്ക് അല്ലെങ്കിൽ മരണപ്പെട്ടവരുടെ ആശ്രിത കുടുംബങ്ങൾക്കുള്ള ധനസഹായം, ഇതെല്ലാം ഉടൻ ഈ ഒരു മാസത്തിനുള്ളിൽ വിതരണം ചെയ്യാനും അതോടൊപ്പം അവരെ മാനസികമായും അവരെ ഈ ദുരന്തത്തിൽ നിന്ന് കരകയറി വരുന്നവരെ അവരെ ഈ അതിജീവനത്തിന് പ്രേരിപ്പിക്കുന്ന നടപടികളെല്ലാം ഈ ഒരു മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കുന്നത് നാം കണ്ടു. ഇനി അടുത്ത ഏറ്റവും നിർണായകമായ, ഏറ്റവും ഉത്തരവാദിത്തമുള്ള ഒരു ഘട്ടം ഈ സ്ഥിര പുനരധിവാസം എന്നതാണ്. ഈ സ്ഥിര പുനരധിവാസത്തിലേക്കുള്ള നടപടികൾ അതിന് അത്തരം നടപടികൾക്ക് കൂടുതൽ ഊർജ്ജം വയ്ക്കുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ അത് ഊർജിതമാകുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു മാസം പിന്നിടുമ്പോൾ അടുത്ത ഘട്ടമായി കാണാൻ സാധിക്കുക. ഈ താൽക്കാലിക സ്ഥിര പുനരധിവാസം നടക്കുന്ന വേളയിൽ തന്നെ ഈ ഭൂമിയിൽ ഇനി ഏതെങ്കിലും വിധത്തിലുള്ള അവിടെ ഈ മനുഷ്യവാസം സാധ്യമാണോ, അല്ലെങ്കിൽ അവിടെ ഇനി വീടുകൾ വെക്കാനുള്ള സ്ഥലങ്ങളുണ്ടോ, ഈ സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളുണ്ടോ എന്നുള്ളൊരു പ്രാഥമിക പഠനം സംസ്ഥാന സർക്കാർക്ക് അല്ലെങ്കിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നേരിട്ട് ചുമതലപ്പെടുത്തിയ വിദഗ്ധർ ഉൾപ്പെടെ സ്ഥലത്തെത്തി പരിശോധിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പുഞ്ചിരിമറ്റം, മുണ്ടക്കൈ പോലുള്ള പ്രദേശങ്ങളിൽ ഇനി ജനങ്ങൾക്ക് അധിവസിക്കുന്നതിന് ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണെന്ന് കണ്ടെത്തി. ആ സ്ഥലങ്ങളിൽ നിന്നുള്ളവരെ പുനരധിവസിപ്പിക്കാനും മറ്റ് സ്ഥലങ്ങൾ കണ്ടെത്താനുള്ള സാധ്യതകൾ അവർ പരിഗണിച്ചു. വിവിധ സ്ഥലങ്ങൾ കണ്ടു. ഏതായാലും 5ഓളം സ്ഥലങ്ങൾ ഇതിനകം തന്നെ ഈ വിദഗ്ധ സമിതി നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ സർക്കാരിന് മുന്നിലുണ്ട്. അതോടൊപ്പം മറ്റു കാര്യങ്ങൾ, അതായത് ഈ ഒരു ടൗൺഷിപ്പ് എന്ന മാതൃകയിലാണ് ഈ സ്ഥിര പുനരധിവാസ പദ്ധതി വിഭാവനം ചെയ്യുന്നത്. അതിന് ഈ വീടുകളുടെ മാതൃക, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ കുടുംബാംഗങ്ങളുള്ളവർക്ക് ഉൾപ്പെടെ കൂടുതൽ ഭാവിയിൽ വികസിപ്പിക്കാൻ ഒതുക്കുന്ന വിധത്തിലുള്ള ഒരു രൂപരേഖ, വീടുകളുടെ പദ്ധതി, പ്ലാൻ, അതെല്ലാം സൂക്ഷ്മമായി വിലയിരുത്തിക്കൊണ്ട് ഒരു സ്ഥിര പുനരധിവാസ ആ നടപടികളിലേക്ക് സർക്കാർ കടക്കുന്നു എന്നുള്ളതാണ് ഈ സാഹചര്യത്തിൽ നമുക്ക് വയനാട്ടിൽ നിന്ന് പങ്കുവയ്ക്കാനുള്ളത്. ഏതായാലും വിവിധ വിദഗ്ധ സമിതി റിപ്പോർട്ടുകൾ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ PNDA വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് ഉൾപ്പെടെ സർക്കാരിലേക്ക് അടുത്ത ദിവസങ്ങളിൽ എത്തുകയാണ്. കഴിഞ്ഞ ദിവസം സംസ്ഥാന നിയമസഭയുടെ പരിസ്ഥിതി സമിതി, MLA EK വിജയന്റെ നേതൃത്വത്തിലുള്ള പരിസ്ഥിതി സമിതി വയനാട്ടിലെത്തുകയും വിവിധ സ്ഥലങ്ങൾ സന്ദർശിക്കുകയും ദുരന്തബാധിതരെ കാണുകയും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരോട് ഈ വിവരങ്ങൾ, ദുരന്തത്തെക്കുറിച്ച് വിവരങ്ങൾ ആരായുകയും
അല്ലെങ്കിൽ ഈ പുനർജീവന സാധ്യതകൾ സംബന്ധിച്ചുള്ള ഒരു അവലോകന യോഗം ഉൾപ്പെടെ നടത്തുകയും എല്ലാം ചെയ്തു. ഏതായാലും ഈ പരിസ്ഥിതി സമിതിയുടെ കൂടി റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിലേക്ക് അടുത്ത് തന്നെ എത്തും. ഏതായാലും ഈ മാസത്തോടു കൂടി ഇത്തരത്തിൽ വിദഗ്ധ സമിതി റിപ്പോർട്ടുകൾ സർക്കാരിന് മുന്നിലെത്തുകയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്ഥലം സംബന്ധിച്ചും രൂപരേഖ സംബന്ധിച്ചും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ എത്തുക. ഏതായാലും ആ നടപടിക്രമങ്ങളിലാണ് ഇപ്പോൾ സർക്കാർ ഉള്ളത്. ഏതായാലും നമുക്ക് ഇവിടെ നിന്ന് ഏറ്റവും ഈ വലിയ വേദനയുടെ പശ്ചാത്തലത്തിലും നമുക്ക് ആശ്വാസകരമായി പറയാൻ സാധിക്കുന്നത് ഒരു പരാതികളില്ലാതെ അല്ലെങ്കിൽ സമഗ്ര മേഖലകളും സ്പർശിച്ചുകൊണ്ടുള്ള ഒരു സ്ഥിര പുനരധിവാസ പദ്ധതിയിലേക്ക് സർക്കാർ നീങ്ങുന്നു എന്നുള്ളതാണ്. കാര്യമായ പരാതികൾ ഉയർന്നിട്ടില്ല. ആദ്യഘട്ടം മുതൽ ഇന്നേ വരെ നമുക്ക് വളരെ മാതൃകാപരമായ രീതിയിൽ രക്ഷാപ്രവർത്തനവും താൽക്കാലിക പുനരധിവാസവും നടപ്പാക്കാൻ കഴിഞ്ഞു. അതിന് തുടർച്ചയായി തന്നെ സ്ഥിര പുനരധിവാസ നടപടികളിലേക്കും സർക്കാർ കടക്കുകയാണ്. കാവ്യ. ശരി അനൂപ്, താങ്ക് യു. എന്തായാലും അനൂപ് പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു മാസം കൊണ്ട് പുനരധിവാസം അത് താൽക്കാലിക പുനരധിവാസത്തെക്കുറിച്ച് സംസാരിക്കുകയല്ല നമ്മൾ ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് അവരുടെ മുന്നോട്ടുള്ള ഇനി എന്നുമുള്ള ജീവിതം ക്ഷമിക്കണം അത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ വിദഗ്ധ സമിതി റിപ്പോർട്ടുകൾ സർക്കാരിന് മുന്നിൽ വൈകാതെ എത്തുകയാണ്. അതോടുകൂടി ആ ചോദ്യത്തിനൊരു ഉത്തരമാവുകയാണ്. ലോകോത്തര മാതൃകയിലുള്ള സ്ഥിര പുനരധിവാസം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് കാത്തിരിക്കാം. എന്താണ് ഇവരുടെ കാര്യത്തിൽ വരാൻ പോകുന്ന ഇനി അടുത്ത ഘട്ടം വരാൻ പോകുന്ന അതിജീവനവുമായി ബന്ധപ്പെട്ട പുനരധിവാസ